ഹായ്, ഞാൻ ഫാത്തിമ ഹംന. ഞാനിങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പാലത്തു നിന്നാണ്. ഡിഗ്രി മേഴ്സി കോളേജിൽ നിന്നാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഇഗ്നോയിൽ MBA ചെയ്യാണ്. ഞാൻ MBA എന്നുള്ളൊരു ഇതെടുക്കാൻ മെയിനായിട്ട് കാര്യം ലേൺ വൈസ് ആണ്. ഞാൻ ഓൺലൈനായിട്ട് പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ലേൺ വൈസ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞാൻ കണ്ടത്. ലേൺ വൈസിൻ്റെ കുറേ ആഡ്സ് കണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അങ്ങനെ ഞാൻ ലേൺ വൈസിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ അവരിങ്ങനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ലേൺ വൈസിലൂടെയാണ് ഇപ്പോൾ ഞാൻ MBA ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇതുവരെ എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഓരോ ടൈമിലും ഓൺലൈൻ ക്ലാസ് റിവിഷന് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് ലേൺ വൈസ്. അതുപോലെ ഇപ്പോൾ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തരുന്നത്. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ആപ്പാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. ഞാൻ MBA ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ ജോയിൻ ചെയ്ത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ വന്ന ഒരാളാണ്. അതായത് ലേൺ വൈസിൽ MBAക്ക് ജോയിൻ ചെയ്ത ശേഷം എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാം, എങ്ങനെ നമുക്കത് മനസ്സിലാക്കി പഠിക്കാം എന്ന് ഈ ഓൺലൈൻ ക്ലാസ് കൂടെ എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇതുവരെ ട്യൂഷന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഓൺലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ അല്ലേന്ന് വെച്ച് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ അസൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എങ്ങനെ പോയിൻറ്റ്സൊക്കെ നോക്കി ബാക്കി അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം, അതായത് കുറേ തിയറി പറഞ്ഞു കൊടുക്കണം ഭേദം ഇങ്ങനെ മനസ്സിലാക്കി ആ പോയിന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് മൈൻഡിൽ നിൽക്കുക എന്നുള്ള ഒരു കാര്യം മെയിനായിട്ട് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് കൂടെ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ആഗ്രഹമാണ് MBA കഴിഞ്ഞിട്ട് നല്ലൊരു കമ്പനിയിൽ, ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ HR ആയി ജോയിൻ ചെയ്യാണ്. അത് ഞാൻ കുറേ കാലത്തായിട്ട് ആഗ്രഹിക്കുന്നതാണ്. നല്ലൊരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോബ് എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ഈ MBA പഠിക്കാൻ തുടങ്ങിയപ്പോൾ HR പോസ്റ്റ് തന്നെ വേണം. ഇത്ര ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ HR ആയിട്ട് ഒരു നല്ല കമ്പനിയിൽ, റെപ്യൂട്ടഡ് കമ്പനിയിൽ HR ആയി ജോയിൻ ചെയ്യണം, വിദേശത്ത് പോകണം. അതൊക്കെയാണ് ഇപ്പം എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തും പഠിക്കാൻ തുടങ്ങിയത്.